എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി വേഴ്സസ് യു. നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി, അതൊരു പക്ഷേ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ വളരെ അടുത്ത ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആളായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സംശയം വരുന്നത്, ഈ തേർഡ് പാർട്ടി നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ തീരുമാനത്തിന് എത്രമാത്രം വിലയുണ്ട്, എത്രമാത്രം ക്ലോസ് ആണ് സംശയം വരുമ്പോഴാണല്ലോ നമുക്ക് ആ ചിന്ത വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ എന്താണ് സ്ഥാനം, അല്ലെങ്കിൽ അപ്പോൾ ഇത് തേർഡ് പാർട്ടിയുടെ കാർഡാണ്, ഇത് നിങ്ങൾക്കുള്ള കാർഡാണ്. നമുക്ക് എല്ലാ കാർഡ്സ് എടുത്തിട്ട് നമുക്ക് നോക്കാം ഇവർക്ക് എന്താണ് ഇനി പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. തേർഡ് പാർട്ടിയുടെ ഇത് നിങ്ങളുടെ കാർഡാണ്. അപ്പോൾ ആദ്യം നമുക്ക് തേർഡ് പാർട്ടിയെ കുറിച്ചിട്ട് എന്താണ് നോക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത്, ഇതൊരു നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലുള്ള തേർഡ് പാർട്ടി ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വേറെ ഒരു സംശയത്തിൻ്റെ കാര്യമില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് ചെറുപ്പം തൊട്ടിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരുപാട് ഫ്രണ്ട്സ് നമുക്കുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിനെ ഫ്രണ്ട്ഷിപ്പായിട്ട് കണ്ടാൽ മതി എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലുള്ളത്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു തേർഡ് പാർട്ടിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് ഇഷ്യൂസും ഒരുപാട് വഴക്കും നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ തേർഡ് പാർട്ടിനെ കുറിച്ച് പറഞ്ഞ് സംസാരിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവുക, എന്തുകൊണ്ടാണ് ഒരുപാട് ഈ ഒരു വ്യക്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് കൂടുതൽ വില കൊടുക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കിയാൽ അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിന് എന്തിനാണ് ഇത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ചെറുപ്പം തൊട്ടേ അറിയാവുന്ന ഒരാളാണ്, ഒരു സഹോദരനെ പോലെയോ അല്ലെങ്കിൽ സഹോദരനെ പോലെയോ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അത്ര മാത്രമേ ഉള്ളൂ എന്നാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ അത് മുഴുവനും ഒരു പാസ്റ്റായിട്ട് വെക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ യൂണിവേഴ്സിന് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി വന്നതിൽ പിന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ആ തേർഡ് പാർട്ടിയുമായിട്ട് അധികം സംസാരിക്കാനായിട്ടൊരു മടിയുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഈ വ്യക്തിക്ക് ഒരുപാട് വിഷമമുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ആയിരിക്കുക, അങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ ആ ഒരു ക്ഷമ ചോദിക്കണമെന്നുണ്ട്. പക്ഷേ നിങ്ങളെ ഓർത്തിട്ടാണ് ക്ഷമ ചോദിക്കാനും ഒരു മടി, നിങ്ങളെ വിഷമിച്ചാലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ വാല്യൂ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ കാരണം അതൊരു പക്ഷേ നിങ്ങളുടെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ആയിരിക്കാം. അപ്പോൾ ഈ ഇഷ്യൂ കൊണ്ട് മൊത്തത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് എല്ലാത്തിലും ഒരു കോൺസെൻട്രേഷൻ കുറയുന്നുണ്ട്. അപ്പോൾ അത് ആളുടെ വർക്കിനെയോ അല്ലെങ്കിൽ പഠിത്തത്തിനെയോ എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. അത് ആകെ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ, ഒരു ഒന്നും ശരിയല്ലാത്തൊരു സിറ്റുവേഷൻ, ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ചെയ്യുന്ന കാര്യമൊന്നും ശരിയാവുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒപ്പം തന്നെ തേർഡ് പാർട്ടിയുടെ ഇതും ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ കൊണ്ടുപോകണം എന്നാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങളും ഈ ഒരു തേർഡ് പാർട്ടിനെ അതേപോലെ തന്നെ കാണണം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് കാണണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ള തോട്ട്സ്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് കരുതുന്നത് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ചിട്ട് വളരെ ഹൈ റിഗാർഡ്സ് ഉള്ള ആളാണ്. നിങ്ങളുടെ വ്യക്തി ഒരു പെർഫെക്ഷനിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്കും ആ കാര്യങ്ങളിൽ നല്ല സ്കിൽഡാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ വ്യക്തി. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും
എപ്പോഴും നിങ്ങളെ എന്താ പറയുക നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ സമ്മതിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനെയും വളരെയധികം സ്നേഹിക്കുകയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനെയും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാത്തിലും ഭംഗിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, നിങ്ങളുടെ എല്ലാത്തിനെയും എല്ലാവരോടും പറയാനും ഭയങ്കര ഇഷ്ടമാണ്. അതായത് എൻ്റെ വ്യക്തി ഇങ്ങനെയാണ് എന്ന് പറയാനും ഭയങ്കര ഒരു ഇഷ്ടമാണ്. നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്കൊരു പാഷനാണ്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് മനസ്സിലൊന്ന് മാറ്റി വയ്ക്കാൻ പറ്റാത്ത അത്രയും സ്നേഹമാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. അതുപോലെ നിങ്ങളടുത്തുള്ളപ്പോൾ അവർക്ക് വേറെ ഒന്നും കാണാൻ പറ്റാത്ത അത്രയും സ്നേഹം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തേർഡ് പാർട്ടിയോട് അവർക്ക് തോന്നുന്ന ആ സ്നേഹമല്ല നിങ്ങളോട്. തേർഡ് പാർട്ടിയുള്ള സ്നേഹം എന്നൊരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷെ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് ഒരു പാഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, വല്ലാത്ത ഒരു ആഗ്രഹം, നമ്മളുടെ വ്യക്തിയും നമ്മളുമായിട്ട് വേറെയല്ല എന്ന് ചിന്തിക്കുന്ന ഒരു തോന്നൽ, അതാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. നിങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല, നിങ്ങൾ ഒറ്റ ഒരു ആളാണ്. ഈ യൂണിവേഴ്സിൻ്റെ മുന്നിൽ നിങ്ങൾ രണ്ടുപേരും രണ്ടല്ല, ഒന്നാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വിചാരമാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും അവർക്ക് അങ്ങനത്തെ ഒരു തോട്ടാണ് അവരുടെ ഉള്ളിലേക്ക് വരിക. അതായത് ഭയങ്കര പാഷനേറ്റ് ലവാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടിനെ കുറിച്ച് നിങ്ങളുടെ ഇടയിലുള്ള ഒരു വഴക്കുണ്ടാകുമ്പോഴൊക്കെ ഇഷ്യൂസ് വരാനുള്ള കാരണവും അതുകൊണ്ടാണ്. കാരണം നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല, അതാണ് നിങ്ങളുടെ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിഷമം. പിന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട്, ഞാൻ നേരത്തെ പറഞ്ഞ പാഷനേറ്റാണ്, വളരെയധികം സ്നേഹമുണ്ട്. പക്ഷേ പലപ്പോഴും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ചില ആൾക്കാർ ശ്രദ്ധിച്ചാൽ അറിയാം, ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയോട് ആ സ്നേഹം എങ്ങനെ കാണിക്കണമെന്ന് അറിയണ്ടാവില്ല. പക്ഷേ ഫ്രണ്ട്സിനോടൊക്കെ വളരെ കൂളായിട്ടും വളരെ സ്നേഹത്തോടെ എടുപ്പോൾ നമ്മൾ വിചാരിക്കും അത്രയും പോലും നമ്മൾ കാണിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അത് അങ്ങനെയല്ല. ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയോട് എന്ത് കാണിച്ചാലാണ് ആ സ്നേഹം കാണിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാനൊന്ന് എക്സ്പ്രസ് ചെയ്യുക എന്നറിയാത്തത് കൊണ്ട് പലപ്പോഴും വരുന്ന വഴക്കുകളാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെന്ന് വെച്ചാൽ ജീവനാണ്, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നത് ഈ തേർഡ് പാർട്ടിനെ കുറിച്ച് വല്ലാത്ത കുറേ വഴക്കുകളും ഇഷ്യൂസും ഉണ്ടായത് കാരണം ഒന്നും പറയാൻ പറ്റാത്ത മാറ്റൊരവസ്ഥയാണ്. കാരണം രണ്ടുപേരും കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പും പോകുന്നു, ഞാൻ സ്നേഹിച്ചിരുന്ന വ്യക്തിയും കയ്യിൽ നിന്ന് പോകുമെന്നുള്ള ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സോൾ മെസ്സേജ് എന്നും കൂടെ നമുക്ക് നോക്കാം. സോൾ മെസ്സേജ് എന്ന് പറയുന്നത്, എല്ലാത്തിലും സ്നേഹമുണ്ട്, സ്നേഹമില്ലാതെ ഈ ഭൂമിക്ക് നിലനിൽപ്പില്ല. ഫ്രണ്ട്ഷിപ്പായാലും മാതാപിതാക്കന്മാരുടെ സ്നേഹമായാലും ലവേഴ്സിൻ്റെ സ്നേഹമായാലും എല്ലാത്തിലും സ്നേഹമാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ സ്നേഹത്തിൽ നല്ലത് കാണുക എന്നുള്ളതാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ സോൾ മെസ്സേജ് നിങ്ങൾക്കായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂവിൽ തേർഡ് പാർട്ടി വേഴ്സസ് യു എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളാണ് ഏറ്റവും പ്രധാനം, അതിലൊരു സംശയമില്ല. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഏതൊരു വ്യക്തിയും. പക്ഷേ യഥാർത്ഥ സ്നേഹത്തിൽ വേറെ റിലേഷൻഷിപ്പിനെ മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ വില നോക്കുക, ആർക്കാണ് കൂടുതൽ, അങ്ങനെ തൂക്കം നോക്കി നമുക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല അല്ലേ. പക്ഷേ എല്ലാ സ്നേഹത്തിനും അർത്ഥതലങ്ങൾ വേറെയാണ്. അപ്പോൾ നമ്മളുടെ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തി, അതായത് നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഭാഗമാകുന്ന ആളെന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്ന ആ ഒരു ഫ്രീഡം, ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി വേഴ്സസ് യു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ തന്നെയാണ് വലുത്, നിങ്ങൾ കഴിഞ്ഞിട്ടേ ആരുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റീകൺസിൽ ചെയ്യുക. കാരണം ഇങ്ങനെ നല്ല പ്യുവറായിട്ടുള്ള അല്ലെങ്കിൽ നന്നായി സ്നേഹിക്കുന്ന പാഷനേറ്റ് ആയിട്ടുള്ള നല്ല വ്യക്തികളെ കിട്ടുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എളുപ്പമല്ല. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള സ്നേഹമാണ്, എക്സ്പ്രസ് ചെയ്യാൻ അറിയുന്നില്ല എന്നൊരു ഇഷ്യൂ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ സംസാരിക്കുക, എന്താണ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കി സംസാരിക്കുക. കാരണം നിങ്ങളുടെ വ്യക്തിക്ക്
ആ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോടുള്ളത് ഫ്രണ്ട്ഷിപ്പാണ് എന്നാണ് യൂണിവേഴ്സിന് പറയാനുള്ളത്. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേറെ രീതിയിലുള്ള സ്നേഹമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസോ ഒന്നുമല്ല. അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇട്ടാൽ നമ്മൾ അതിൻ്റെ റീഡിങ് ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആ ക്വസ്റ്റ്യൻ ആൻസർ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.